കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു വാർത്ത വരുന്നു. അവിടെ സുന്ദരിയായ ഒരു സ്ത്രീയെ അവിടുത്തെ SI ഹണി ട്രാപ്പിൽപ്പെടുത്തി എന്ന വാർത്തയാണ് വരുന്നത്. കാസർഗോഡ് ശ്രുതിചന്ദ്രൻ എന്ന ഈ സ്ത്രീയെ, അവരുടെ ഒറിജിനൽ പേര് അതാണോ ഇല്ലെന്ന് അറിയത്തില്ല, സുന്ദരിയായ സ്ത്രീയാണ്. അവര് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണ്, അല്ലെങ്കിൽ സിവിൽ സർവീസ് സ്റ്റുഡൻ്റ് ആണ്, ISRO എഞ്ചിനീയർ ആണ് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരെയും പറ്റിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത്. അതിനെ സംബന്ധിച്ച് കേസുകൾ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. അവരത് അന്വേഷണം നടത്തി. ഇവരൊരു ഫ്രോഡാണ്, ചീറ്റാണെന്ന് കണ്ടെത്തി. അവരുടെ പരാതിയിൽ മേൽ നടപടി സ്വീകരിച്ചില്ല അവിടുത്തെ SIക്ക് എതിരായിട്ട് വ്യാജമായ ഒരു പരാതി ഹണി ട്രാപ്പിലേക്ക് പെടുത്തി കംപ്ലൈന്റ് കൊടുത്തു. കാരണം കേരളത്തിലെ പല പോലീസ് സ്റ്റേഷൻ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ തന്നെ കാസർഗോഡ് അവളുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പരാതി അന്വേഷിച്ച സബ് ഇൻസ്പെക്ടർ അയാളെ ഹണി ട്രാപ്പിലേക്ക് പെടുത്തി കംപ്ലൈന്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഇംഗിതത്തിന് അവരുടെ ഉദ്ദേശത്തിന് വഴങ്ങാത്ത പോലീസ് ഓഫീസറുടെ പേരിൽ വ്യാജമായ പരാതി കൊടുത്ത് അവരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി അവരെ മാനസികമായി തളർത്തുന്ന ഒരു രംഗമാണ് കാസർഗോഡ് മേൽപ്പറമ്പിൽ ഉണ്ടായെന്നാണ് മനസ്സിലാകുന്നത്. ശ്രുതിചന്ദ്രൻ എന്ന പെൺകുട്ടി ഒളിവിലുമാണ്. അവര് പല ആൾക്കാരെ ഇതുപോലെ പറ്റിച്ചിരിക്കുന്നു എന്നാണ് പോലീസിന്റെ അവിടുത്തെ അന്വേഷണത്തിൽ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ മനസ്സിലായത്. അതുകൊണ്ട് ഇവരുടെ പരാതി എന്റർടൈൻ ചെയ്തില്ല. സബ് ഇൻസ്പെക്ടറോട് ഇവർക്ക് വൈരാഗ്യമായി. സബ് ഇൻസ്പെക്ടർ എതിരായി വ്യാജമായ ഒരു ഹണി ട്രാപ്പ് പോലത്തെ കേസിലേക്ക് അവർ പരാതിയും കൊടുത്തിരിക്കുന്നു. കേരളത്തിൽ ഇതുപോലെ വളരെയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2019 തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ട്. അത് ആ പേട്ട പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പെരുക്കട പോലീസ് സ്റ്റേഷനിലുമാണ് അതുണ്ടായിരിക്കുന്നത്. ഒരേ സ്ത്രീ തന്നെ പല പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് പരിചയപ്പെടുകയും അവരുമായിട്ട് ഒന്നിച്ച് ഹോട്ടലിൽ പോവുകയും ആഹാരം കഴിക്കാൻ പോവുകയും അങ്ങനെ അവരുമായിട്ട് മമത സ്ഥാപിച്ച ശേഷം അവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വന്നാൽ അവർക്കെതിരായിട്ട് റേപ്പ് കേസ് പരാതി കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന കാഴ്ച തിരുവനന്തപുരത്തുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 2019 പേരുക്കടയിൽ ഒരു ASI അവിടെ പരാതിയുമായിട്ട് വന്ന അവർ പല സന്ദർഭത്തിലും പോലീസ് സ്റ്റേഷനിൽ വന്നു, അയാളുമായിട്ട് അടുപ്പമായി. പിന്നീട് ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് അയാൾ നിൽക്കാതെ വന്നപ്പം അയാൾക്കെതിരായി ഒരു റേപ്പ് കേസ് 376 IPC പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തായിട്ട് നമ്മൾ കാണുന്നു. അയാൾ സസ്പെൻഷനായി. അയാൾ പിന്നെ സർവീസിൽ വന്നു. ആ കേസ് ഇപ്പോൾ അന്വേഷണത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കേസ് പിന്നെ ബിതുര പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ ആ കേസിന്റെ അന്വേഷണം തുടരുന്നു. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇതൊരു വ്യാജ പരാതിയായിട്ട് മാത്രമേ കണക്കാക്കാൻ ഒക്കുള്ളൂ. അതേ സ്ത്രീ തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിൽ 2021 അവിടുത്തെ ഒരു പോലീസുകാരനുമായിട്ട് അടുപ്പമാവുകയും അത് പരാതിയായിട്ട് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പല ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ട് വളരെയധികം ചങ്ങാത്തത്തിലാകുകയും ചെയ്ത ശേഷം ആ പോലീസ് സ്റ്റേഷനിലെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥര് ഇവരെ ചൊൽപ്പിടിക്ക് നിൽക്കാതെ വന്നാൽ അവർക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 2021 പേട്ട പോലീസ് സ്റ്റേഷനിൽ ഇതേ സ്ത്രീയുടെ മൊഴിയിലെ ഒരു പരാതി മൊഴിയിൽ ഒരു കേസെടുക്കുകയും ഒരു റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. ഒരേ സ്ത്രീയുടെ 2 പോലീസ് സ്റ്റേഷനിലെ വാദിയായി അവർ വന്ന് റേപ്പ് കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു റിട്ടയർഡ് DYSPയുടെ പേരിൽ പറഞ്ഞു നടന്ന ഒരു സ്ത്രീയെ കേരളത്തിൽ പല പോലീസ് ഉദ്യോഗസ്ഥരെയും വഞ്ചിച്ചതായിട്ടും അവർക്കെതിരായിട്ട് ഹണി ട്രാപ്പ് പോലെയൊക്കെ കേസുകൾ സംഘടിപ്പിക്കുകയും അതിനകത്ത് ഇവരെ പ്രതിയാക്കുകയൊക്കെ ചെയ്തതായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം പൊതുവെ നമ്മൾ നോക്കുമ്പം ഇതുപോലെയുള്ള ഫ്രോഡായിട്ടുള്ള സ്ത്രീകൾ പലരും രംഗത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം എന്നിട്ട് അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത, അവർ പറയുന്ന പോലെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാത്ത സത്യസന്ധന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി അവരെ വളരെ മോശമായ ഒരവസ്ഥയിലേക്കും മാനസികമായ സംഘർഷത്തിലേക്കും കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒന്നിൽ കൂടുതൽ തവണ
ഇതുപോലെ പരാതി കൊടുക്കുകയും കേസെടുക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ പറ്റി തീർച്ചയായിട്ടും ഒരു സ്റ്റഡി നടത്തുന്നതുകൊണ്ട് അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു ഒരു ലിവിങ് ടുഗദറായിട്ടോ അല്ലെങ്കിൽ ഹണി ട്രാപ്പിലേക്ക് പെടുത്തുന്നത് അതൊരു ഒഫൻസ് നിലനിൽക്കില്ല. കാരണം ഇവർ ഒന്നിൽ കൂടുതൽ കേസുകളിൽ വാദിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്ഥിരം തൊഴിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് DGP ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ മനോവീര്യം തകർക്കുന്ന ഇതുപോലുള്ള സ്ത്രീകൾക്കെതിരായി ശക്തമായ നടപടി വേണം. അതൊരു വാണിംഗ് ആയിട്ട് തന്നെ വേണം അവർക്ക് കൊടുക്കണം. അങ്ങനെയുള്ള സ്ത്രീകൾ ഇനി രംഗത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള മനോവീര്യം തകർക്കുന്ന സ്ത്രീകളുടെ കേസുകൾ, ഒന്നിൽ കൂടുതൽ കേസുകൾ അവർ വാദിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതേപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷണം നടത്തണം. ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട ആത്മബലം നമ്മൾ കൊടുക്കണം. കാരണം പോലീസിൽ ആത്മഹത്യാ പ്രവണതകൾ കൂടിക്കൂടി വരികയാണ്. പല ആത്മഹത്യകളും നമുക്കറിയാം ഇതുപോലുള്ള ട്രാപ്പിൽ നിരപരാധികളെ പെടുത്തി അവർക്ക് സമൂഹത്തിലും കുടുംബത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, ഡിപ്പാർട്ട്മെന്റിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് കാണാം. നമുക്ക് അടുത്ത കാലത്ത് അറിയാം, മലയങ്കേടിലെ ഒരു SHO സർക്കിൾ ഇൻസ്പെക്ടറാണ്. അവിടെ ഒരു വിദേശ വനിതയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അയാൾ ആത്മഹത്യ ചെയ്ത് എറണാകുളത്ത് പോയി അയാൾ ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു. കാരണം അയാൾ നിരന്തരമായി ഈ ഒരു പരാതിയുടെ പുറത്ത് അയാളെ സസ്പെൻഡ് ചെയ്യുകയും അയാൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരികയും അയാൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയും ഒരു പൈസ ഇല്ലാതെ അയാൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് അവസാനം എറണാകുളത്ത് വെച്ച് ആത്മഹത്യ ചെയ്തതായിട്ടും അയാളുടെ ജാമ്യം ആ കേസിനകത്ത്, റേപ്പ് കേസിനകത്ത് ഹൈക്കോടതി ക്യാൻസൽ ചെയ്തതിനെ തുടർന്ന് അയാൾ, കാരണം അത് കളവായിട്ട് ചില ജാമ്യക്കാരെ കൊണ്ടുവന്നാണ് ജാമ്യം എടുത്തുന്ന ആക്ഷേപം വന്നപ്പം ഹൈക്കോടതി ആ ജാമ്യം റദ്ദാക്കിയതിന്റെ തൊട്ടു പിന്നാലെ ഇയാൾ ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടു. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ട്രെയിനടിയിൽ തലവെക്കുന്നതും അവരവരുടെ ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്യുന്നതും അത് നമ്മൾ ഈ അടുത്ത കാലത്ത് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ മൊറയിൽ തകർക്കുന്നതാണ്, പോലീസ് ഉദ്യോഗസ്ഥരെ മാനസികമായി ഇതുപോലെ പീഡിപ്പിക്കുന്നതാണ്. ഒരു കാര്യം ഗവൺമെന്റ് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ പല പോലീസ് ഉദ്യോഗസ്ഥരെയും ട്രാപ്പിൽപ്പെടുത്താൻ സ്ത്രീകളുടെ കേസുകൾ തീർച്ചയായിട്ടും അത് റെഫർ ചെയ്ത് കളയണം. അവർക്ക് അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുവരരുത്. കാരണം അതിന് യാതൊരു പ്രയോജനമില്ല, സമൂഹത്തിനുമില്ല, ആ വ്യക്തിക്കുമില്ല. അതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് വരുന്നവരുടെ കുടുംബം നശിക്കും, അവരുടെ മനോവീര്യം തകർത്തുക, അവരെ ആത്മഹത്യക്ക് പോകുന്ന കാഴ്ചകളാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇപ്പം അതേ രീതിയിലൊരു സംഭവമാണ് ശ്രുതിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇവിടെ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലും അവരുടെ പരാതിയിൽ അവിടുത്തെ SIക്കെതിരായിട്ട് നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും പോലീസുകാരുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ അതൊരു വിത്ത് കൺസെന്റ് ആണ് പോകുന്നത്. അതിനൊരു റേപ്പ് കേസ് നിലനിൽക്കത്തില്ല, അതൊരു ഹണി ട്രാപ്പും അല്ല. അങ്ങനെയുള്ള ഒരു കേസിലേക്ക് നടപടികൾ പാടില്ല. അത് വിശദമായിട്ട് അങ്ങനെയുള്ള കേസുകൾ അന്വേഷിച്ച് പോലീസിന് ആത്മബലം നൽകുന്ന രീതിയിലുള്ള അന്വേഷണം തന്നെയായിരിക്കണം വേണം. ഇങ്ങനെയുള്ള സ്ത്രീകളെ മലീഷ്യസ് പ്രോസിക്യൂഷന് അവർക്കെതിരായിട്ട് നടപടിയെടുക്കാനും ഗവൺമെന്റും DGPയും തയ്യാറാകണം.